പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ രക്തശാസ്ത്രം ചർച്ച ചെയ്യുന്നു. രക്തശാസ്ത്രത്തിൽ നാം ജെയ്ഡ് എന്ന ചൈനീസ് രക്തത്തെപ്പറ്റി ചർച്ച ചെയ്തു. കുട്ടികൾക്ക് ഭയപ്പാടകറ്റാനും അപ്രകാരം തന്നെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു രക്തമാകുന്നു ജെയ്ഡ്. പച്ച നിറത്തിനാണ്. ചൈനയിൽ നിങ്ങൾ ഷെൻജൻ അല്ലെങ്കിൽ ഷാൻ ഈ രക്ത വ്യാപാര കേന്ദ്രങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം കാണാൻ പറ്റുന്ന രക്തം ജെയ്ഡാണ്. ജെയ്ഡിൻ്റെ പല വെറൈറ്റീസും കാണും. അത് ചൈനീസ് ക്രിസ്ത്യാനികൾ ആ രക്തത്തെ ക്രോസായി കുരിശായി ഉപയോഗിക്കുന്നത് കാണാം. ബുദ്ധിസ്റ്റുകൾ ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളെല്ലാം തന്നെ ഐഡൽസ് ഓഫ് ബുദ്ധ, ഇതൊക്കെ തന്നെ ബുദ്ധിസ്റ്റുകൾ ജെയ്ഡ് എന്ന പച്ച രക്തത്തിൽ തീർക്കാറുണ്ട്. വളരെ വില കൂടിയതുമാണ്. അപ്രകാരം തന്നെ ഏറ്റവും ചീപ്പായിട്ട് ലഭിക്കുന്ന ജെയ്ഡുമുണ്ട്. ചൈനയിൽ ജെയ്ഡാണ് ചൈനക്കാരുടെ പ്രധാനപ്പെട്ട രക്തമെന്ന് നിങ്ങൾ അറിയണം. പക്ഷെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജെയ്ഡ് എന്ന പേരിനോട് സാമ്യമുള്ള ഒരു രക്തമാണ്. ഈ രക്തത്തിൻ്റെ പേര് ജിയോഡ് എന്നാണ്. പൗരാണിക ഗ്രീക്കിലെ അഗ്നിപർവ്വത പാളികളിൽ നിന്നും രൂപപ്പെട്ടു വന്ന രക്തമാണ് ജിയോഡ് എന്ന് ആദ്യം അറിയുക. ഇതിൻ്റെ മിനറൽ ഫോം ധാതു കാൽസ്യം സൾഫേറ്റ് ആകുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും അധികം പുറപ്പെടുവിക്കുന്ന ഒരു ധാതു എന്താണ്? മിനറൽ സൾഫേറ്റാണ്. അതിനാൽ സൾഫേറ്റിൻ്റെ അധിക സാമീപ്യമുള്ള കാൽസ്യം സൾഫേറ്റ് ആകുന്നു ഇതിൻ്റെ കെമിക്കൽ ഫോർമുല, ധാതുരൂപമെന്ന് ആദ്യം അറിയുക. അവശിഷ്ട അഗ്നിപർവ്വത പാറകൾക്കുള്ളിലെ ഭൂമിശാസ്ത്രപരമായ ദ്വിതീയ രൂപമാണ്, രണ്ടാമത്തെ രൂപമാണ് ഈ രത്നമെന്ന് വിധിക്കപ്പെടുന്നു. ജിയോഡുകൾ എന്നാൽ പൊള്ളയായ അവ്യക്തമായ പാറകളെയാണ് നാം പറയുന്നത്. ജിയോഡുകൾ, ജിയോഡ് എന്നാണ് രക്തത്തിൻ്റെ പേര്. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ഭൂഗർഭജലങ്ങൾ, അപ്രകാരം തന്നെ ജലവൈദ്യുത ദ്രാവകങ്ങൾ എന്നിവയിൽ നിന്നും പുറത്തു വരുന്ന ക്രിസ്റ്റൽസ്, പരലുകളാണ് ജിയോഡുകളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് രക്തശാസ്ത്ര വിഷയത്തിൽ ജിയോഡ് എന്ന നെറ്റിലടിക്കുമ്പോൾ ഈ രക്തത്തെപ്പറ്റി കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതാണ്. നമസ്തേ.